അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാനിൽ നിന്ന് ഉയർന്നുവന്ന ഭീഷണി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ജവാദ് ലാരിജാനി നടത്തിയ പ്രസ്താവനയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഫ്ലോറിഡയിലെ മാർ എ ലാഗോയിലുള്ള ട്രംപിന്റെ വസതിയിൽ വെച്ച് ഒരു ചെറിയ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ലാരിജാനിയുടെ ഭീഷണി മേഖലയിലെ നിലവിലുള്ള സംഘർഷാവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ഈ ഭീഷണി കേവലം ഒരു വാചകമല്ല, മറിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വൈരാഗ്യത്തിന്റെയും സൈനിക തന്ത്രങ്ങളുടെയും പുതിയൊരു അധ്യായം കൂടിയാണ്. ഇറാൻ അമേരിക്ക ബന്ധത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തോടെയാണ് ഈ ബന്ധം വഷളായത്. ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ചതോടെ അമേരിക്കൻ വിരുദ്ധ മനോഭാവം ഇറാനിൽ ശക്തമായി. പിന്നീട് ആണവ കരാറുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സംഘർഷങ്ങളിലെ ഇരു രാജ്യങ്ങളുടെയും ഇടപെടലുകൾ എന്നിവയെല്ലാം ഈ വൈരാഗ്യം വർദ്ധിപ്പിച്ചു. ട്രംപിന്റെ ഭരണകാലത്ത് ഈ ബന്ധം കൂടുതൽ വഷളായി. 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇത് മേഖലയിൽ വലിയ രീതിയിലുള്ള അസ്ഥിരതയ്ക്ക് തന്നെ കാരണമായി മാറി. പിന്നീട് 2020 ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത് ഇരു രാജ്യങ്ങളെയും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു. സുലൈമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഈ സംഭവങ്ങളെല്ലാം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയുടെ ആഴമാണ് വർദ്ധിപ്പിക്കുന്നത്. ജവാദ് ലാരിജാനിയുടെ പ്രസ്താവന ഇറാനിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് പുറത്തുവിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. മാറേ ലാഗോയിൽ സ്വസ്ഥമായി സൂര്യപ്രകാശമേറ്റി കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യം ട്രംപ് ചെയ്തു. സൂര്യന് നേരെ വയറൊന്തി കിടക്കുമ്പോൾ ഒരു ചെറു ഡ്രോൺ അദ്ദേഹത്തിന്റെ പൊക്കിളിൽ വന്നിടിച്ചേക്കാം. ഇത് വളരെ എളുപ്പമാണ് എന്നായിരുന്നു ലാരിജാനിയുടെ വാക്കുകൾ. ഈ പ്രസ്താവന പല കാരണങ്ങളാൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പൊക്കിളിൽ വന്നടിക്കുക എന്ന പ്രയോഗം വളരെ പ്രതീകാത്മകമാണ്. ഇത് കേവലം ഒരു ശാരീരിക ആക്രമണം എന്നതിലുപരി ട്രംപിന്റെ ദുർബലതയെയും സുരക്ഷാ വീഴ്ചയെയും സൂചിപ്പിക്കുകയാണ്. ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണ സാധ്യതയെക്കുറിച്ച് ലാരിജാനി എടുത്തു പറയുന്നുമുണ്ട്. ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതിനെ സൂചിപ്പിക്കുന്നു. ചെറിയ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്നത് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ പ്രസ്താവന ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിലപാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ട്രംപിനോടുള്ള അവരുടെ കടുത്ത എതിർപ്പും പ്രതികാര മനോഭാവവും ഇതിൽ നിന്ന് വ്യക്തമാണ്. പൊതുജന ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായും ചർച്ച നടക്കുന്നുണ്ട്. ഒരു ദേശീയ ടെലിവിഷൻ അഭിമുഖത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കാനും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ഭയപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ ഭീഷണിയോടൊപ്പം ഇറാനിലെ ഷിയ പുരോഹിതർ ട്രംപിനും ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ മതവിധി പുറപ്പെടുവിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ ശത്രുക്കൾ എന്നാണ് ഇവരെ വിശേഷിപ്പിച്ചത്. മതപരമായ വിധികൾക്ക് ഇറാനിയൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇതൊരു സാധാരണ ഭീഷണിയേക്കാൾ ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഒരു മതവിധി പുറപ്പെടുവിക്കുന്നത്, പ്രത്യേകിച്ചും ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനിൽ, ഒരു വ്യക്തിയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഒന്നായി പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. ലാരിജാനിയുടെ ഈ ഭീഷണിക്ക് പലതരം പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപിന്റെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഡ്രോണുകൾ പലപ്പോഴും സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ ചോർത്താനോ ആശയവിനിമയ സംവിധാനങ്ങളെ തകരാറിലാക്കാനോ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഒരു മുൻ രാഷ്ട്രത്തലവനെതിരെ പരസ്യമായി ഭീഷണി മുഴക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും ലംഘിക്കുന്നതിന് തുല്യമാണ്. ഇറാൻ ഭാവിയിൽ അത്തരമൊരു ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാം. ലാരിജാനിയുടെ പ്രസ്താവനയിൽ ചെറു ഡ്രോൺ എന്നതിനെക്കുറിച്ചുള്ള പരാമർശം വളരെ പ്രധാനമാണ്. സമീപകാലത്തായി ഡ്രോണുകൾ ആധുനിക യുദ്ധതന്ത്രത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ചെറിയ വില കുറഞ്ഞ ഡ്രോണുകൾ പോലും വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിവുള്ളവയായി മാറിയിരിക്കുന്നു. ഇവയെ കണ്ടെത്താനും തടയാനും ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇവ ഉപയോഗിക്കപ്പെടുന്നത് വലിയ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുക. തീവ്രവാദ ഗ്രൂപ്പുകളും രാഷ്ട്രീയതര നടന്മാരും ഡ്രോണുകൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഭീഷണി അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
ഇത് കേവലം ഒരു വാക്കുകളിലുള്ള ഭീഷണിയാണോ അതോ ഒരു യഥാർത്ഥ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പാണോ എന്ന് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. എന്നിരുന്നാലും ഈ പ്രസ്താവന ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലുള്ള ശത്രുതയുടെ ആഴമാണ് ഊട്ടിയുറപ്പിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തികളായ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ലോക സമാധാനത്തിന് നിർണായകമാണ്. ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് കൂടുതൽ പതിയാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.